നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മുടെ ജ്യോതിഷ കൈരളി ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. നിലവിൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ജാതകാലുള്ള ചാരവശാലുള്ള സമയം എങ്ങനെയുണ്ട് എന്നാണ് അസ്ട്രോളജിക്കലി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മകരക്കൂറിൻ്റെ ഫലം പറയുമ്പോൾ മകരക്കൂറ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൽ പകുതി. ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്നുകൂടെ ഈ സാധാരണ നക്ഷത്രം മാത്രം അറിയാവുന്നവർക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരുവിധം ഇത്തരം ജ്യോതിഷ കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് വന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ പിന്നെ ജാതകത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ൽ നിൽക്കുന്ന സർപ്പനും അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവും, ഇതാണ് നമ്മളെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ശനി നമുക്ക് മാറിയതുകൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ല. ഈ രാഹുകേതു മാറ്റം അത്ര നന്നല്ല. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ രാഹുകേതു മാറ്റം പോലെ തന്നെ നമുക്കൊരു വലിയ ദോഷമില്ലെങ്കിലും ഗുണം ചെയ്യാത്ത ഒരാളാണ് ഇപ്പോൾ നമുക്ക് 6-ൽ, അതായത് വ്യാഴം 6-ലേക്ക് മറഞ്ഞു നിൽക്കുന്നത്. അപ്പം വ്യാഴത്തെയും രാഹുകേതുവിനെയും പ്രീതിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലെടുക്കേണ്ട ഒരു കാര്യം, സമയം പൊതുവിൽ അത്ര വലിയ മോശമല്ല. കാരണം നമുക്ക് ഒരു വലിയ അനുഗ്രഹമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിച്ചിരുന്ന 7.5 ശനി മാറി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്രമേണ ഒന്ന് രക്ഷപ്പെട്ട് തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ബിസിനസ്സിലോ അല്ലെങ്കിൽ ധനം മുടക്കുന്ന എല്ലാ കാര്യങ്ങളിലും 2 പ്രാവശ്യം ആലോചിച്ചിട്ട് വളരെ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പല പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ ധനകാര്യങ്ങളിൽ ഇടപെടാവൂ. 2-മത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിദേശത്തേക്ക് യാത്ര, വിദേശയോഗം, പിന്നെ വിദേശമായിട്ട് ചേർന്നുള്ള പഠനം, ജോലിക്കുള്ള ശ്രമം, നിലവിലുള്ള ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് പോയി, ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചേ ചെയ്യാവൂ. ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ പൊതുവിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലതായിരിക്കും സമയം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ അഷ്ടമത്തിൽ കേതു എന്ന് പറയുമ്പം നമുക്ക് അത് കുറച്ച് നമ്മളെ ശാരീരിക ക്ലേശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ ഉടനെ നമ്മളത് സീരിയസ് ആയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. പിന്നെ മറ്റൊന്ന്, വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കുക. സാഹസികമായ കാര്യങ്ങൾ, അതായത് നമ്മൾ മനസ്സിൽ ഇത്രയും എടുത്താൽ മതി, എൻ്റെ സമയം അത്ര നന്നല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്ഷമയും സഹനവും പുലർത്തും. ആരുമായിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങളിപ്പോൾ ഇടപെടുകയോ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പോവുകയോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മധ്യസ്ഥ പറയുക, ജാമ്യം നിൽക്കുക, ഇതൊന്നും പാടില്ല. ഇതൊക്കെ നമുക്ക് പണി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ആർക്ക് സാമ്പത്തികമായിട്ട് കടം വാങ്ങിച്ചു കൊടുക്കുകയോ കൂടുതൽ കടബാധ്യത ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ഇത്തരം കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ 5-ൽ ശുക്രൻ നല്ല സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച വരും, സന്താനങ്ങളെ കൊണ്ട് ഗുണം വരും, അവർക്ക് കല്യാണം നടക്കും, അവരുടെ ജീവിതത്തിലെ പുതിയ പുതിയ പഠനമോ കാര്യങ്ങളോ ഒക്കെ നടക്കും. പിന്നെ കുടുംബപരമായിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു സ്വസ്ഥതയും സമാധാനവും കൈവരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 4-ാം ഭാവാധിപതിയായ ചൊവ്വയാണ് 9-ൽ 4-ാം ഭാവാധിപതിയായ ചൊവ്വ ഇപ്പം നമുക്ക് നിൽക്കുന്ന 9-ലല്ല, അഷ്ടമത്തിലാണ്. അപ്പോൾ അഷ്ടമത്തിൽ കഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അകന്നിരുന്ന ബന്ധുക്കൾ, അതായത് ബന്ധുക്കളല്ല, നമ്മളടുത്ത് ബന്ധുക്കളായിരുന്ന ശത്രുക്കളായവർ, അവർ വീണ്ടും തിരിച്ച് വരാനും, അതുപോലെ തന്നെ അകന്നിരുന്ന ചില സുഹൃത്തുക്കൾ, നമ്മളെ നേരത്തെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളവർ, അത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നാലും ജോലിയിലായിരുന്നാലും സാമൂഹ്യ പ്രവർത്തനത്തിലായിരുന്നാലും നിന്ന ആൾക്കാരെല്ലാം കരഞ്ഞു വിളിച്ച് തൊഴുതൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നല്ലതിനാണെന്ന് ധരിക്കരുത്. അവരെല്ലാം ഒരു ഡിസ്റ്റൻസിൽ നിർത്തുക. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ പുതിയ പദ്ധതികൾ എന്ത് കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, അതായത് 1 വർഷം കൂടെ കഴിഞ്ഞ് നടപ്പിലാക്കുന്ന രീതിയിലേ പ്ലാൻ ചെയ്യാവൂ. അതായത് 1 വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക്
വ്യാഴം ഉച്ചത്തിലേക്ക് എത്തുന്നു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ്സിന് ഇറങ്ങാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഒരു എന്തെങ്കിലും പുതിയ പദ്ധതികളോ പ്ലാനോ നിങ്ങളിലുണ്ട്, അത് നടപ്പിലാക്കാൻ ഇറങ്ങുകയാണ്. അപ്പോഴും നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം 2026 മാർച്ചിന് ശേഷം അത് ഫ്രൂട്ട്ഫുൾ ആകുന്നതായിരിക്കണം. അതായത് അതിൽ നിന്നുള്ള ഫലവും ഗുണവും അപ്പോൾ വരുന്നതാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് അതിന് കാര്യങ്ങൾ നീക്കി പോവാം, പ്ലാൻ ചെയ്യാം, അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യാം, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ അത് പൂർണ്ണ അവസ്ഥയിലെത്തുന്ന അപ്പോഴായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ കാര്യങ്ങൾ നീക്കിയാൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ ഈ കാര്യങ്ങൾ നടപ്പിലെത്തിക്കാം. അത് ക്രമേണ ഇങ്ങനെ റൺ ചെയ്ത് ഒരു മാർച്ച് തൊട്ട് പിന്നെ അത് ഉയർച്ചയിലേക്ക് പോകും. കാരണം ഉച്ചത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പം മാർച്ച് വരെ സമയം പൊതുവിൽ അത്ര നന്നല്ല എന്നൊരു ധാരണ ഉള്ളിലുണ്ടാവുക. അത്ര നന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൂട്ടുകെട്ടുകൾ, നമ്മളെ ചതി വഞ്ചന ഇതിൽപ്പെടുത്താൻ പറ്റുന്ന കൂട്ടുകെട്ടുകൾ വരാവുന്നൊരു സമയമാണ്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളെ ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മളെ ഒരാൾ നമ്മളെ ശത്രുവായി മാറണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ചതിക്കണമെങ്കിൽ വഴിയെ പോകുന്ന ഒരാളോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരാളായിരിക്കില്ല, നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ കൂടെ നിന്ന് സഹകരിച്ച് നമ്മളെ പേഴ്സണലായിട്ടുള്ള റൂട്ട് മനസ്സിലാക്കിയ ഒരാൾ മാത്രമേ നമ്മളെ ശത്രു അല്ലെങ്കിൽ നമ്മളെ ചതിക്കാനേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമ്മളെ കൂടെ എപ്പോഴും വിശ്വസ്തരായി മാറുന്ന ആളുകളെല്ലാം ഒരു പടിക്ക് നമ്മളൊരു മണിയടക്കി നമ്മൾ അവരെ ഒരു മനസ്സുകൊണ്ട് ഒരു വാച്ചിങ് മെൻറ്റാലിറ്റിയിൽ നിർത്തിയിരുന്ന പ്രശ്നം വരില്ല. ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യേണ്ടതാണ്, എങ്കിലും പണ്ടൊരിക്കൽ ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അത് എടുത്തു പറയുകയാണ്. ജീവിതത്തിൽ 9 രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ലാത്ത ഒരാൾ ജീവിതത്തിൽ വിജയിക്കത്തില്ല. വലിയ അവസ്ഥയിലെത്തിയ വലിയ പിന്നെ ബിസിനസ് മാഗ്നറ്റുകളായിരുന്നാലും സെലിബ്രിറ്റികളായിരുന്നാലും അവരെല്ലാം ജീവിതത്തിൽ 9 രഹസ്യങ്ങൾ സൂക്ഷിച്ചവരാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അതായത് എത്ര വലിയ ആത്മാർത്ഥ സുഹൃത്തായിരുന്നാലും, അത് ഫീമെയിൽ സുഹൃത്തായിരുന്നാലും മെയിൽ സുഹൃത്തായിരുന്നാലും, നമ്മൾ അവരോട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നതിന് ലിമിറ്റ് വയ്ക്കണം. എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് ആരോടും പറയരുത്. കുറച്ച് സ്നേഹവും ആത്മാർത്ഥയും കൊടുക്കുമ്പോൾ എല്ലാം വെട്ടി തുറന്ന് പറയുന്നവരുണ്ട്. പിന്നെ മദ്യപിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ കുറേ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഈ സമയത്ത് ഇങ്ങനെയുള്ള പണികളാണ് വരാൻ സാധ്യത. അല്ലാതെ നിങ്ങളെ പൊതുവായ ജീവിതത്തിൽ വലിയ കഷ്ടതകളൊന്നും വരില്ല. നിലവിൽ നിങ്ങൾക്ക് നിലവിലുള്ള ജോലിയും കർമ്മവും ബിസിനസ്സും ഒക്കെ ആയിട്ട് സ്മൂത്തായിട്ട് പോവാം. പുതിയ പ്ലാനിങ് പദ്ധതിയും ഞാൻ പറഞ്ഞ പോലെ മാർച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ സമയം. നിങ്ങൾക്ക് ഇപ്പോഴും വളരെ സപ്പോർട്ടീവായിട്ട് നിങ്ങളുടെ കൂടെ ആരുണ്ട്? ബുധനുണ്ട്. ആ ബുധൻ നിങ്ങളെ സഹായിക്കും. ആ ബുധൻ്റെ ചിന്ത നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എല്ലാം ബുദ്ധിപൂർവ്വം മാത്രം കൊണ്ടുപോയാൽ വിജയിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഇതെല്ലാം പറയുമ്പോഴും നിങ്ങളുടെ ജാതകാൽ ഈ ഗ്രഹങ്ങളൊക്കെ കുറേ പോസിറ്റീവ് ആണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 6 ഇപ്പം ചാരവശാൽ വ്യാഴം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം 9 ഭാഗ്യസ്ഥാനത്താണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നല്ല ഉയർച്ചയിൽ തന്നെ പോകും. അതുപോലെ നിങ്ങൾക്ക് പക്ഷേ വ്യാഴം 9 ഭാഗ്യസ്ഥാനത്ത് വന്നാൽ പോരാ, വ്യാഴത്തിന് ബലം വേണം. വ്യാഴം പിന്നെ വാർദ്ധക്യത്തിലോ ബാല്യത്തിലോ ആണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഈ ജാതക ചിന്തയിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് കൺസൾട്ട് ചെയ്യുമ്പം ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് നോക്കണമെന്ന് പറയും. ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ ഒരു ജാതകം നോക്കി കുറേ സമയം എടുക്കും, 2.5-3 മണിക്കൂർ എടുക്കുമെന്ന് പറയും. അതിൻ്റെ കാരണം ഇതാണ്, ഒരു ജാതകം എടുത്ത് പെരിഫറലായിട്ട് ഓടിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ആ ആളിന് എവിടെ കൊണ്ട് ഗുണം വരണം. അവരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വിശേഷാൽ അറിയേണ്ട, സ്പെസിഫൈ അറിയേണ്ട വിഷയം എന്താണെന്ന് പറയാൻ പറയും. കാരണം ധനമാണെങ്കിൽ അയാളുടെ വ്യാഴത്തിന് ബലം വേണം. ആ ഇന്ദുലഗ്നം നോക്കുമ്പോൾ അവിടെ ഇന്ദുലഗ്നാധിപനും ബലം വേണം. അത് ബാല്യത്തിലാണെങ്കിൽ ഒരു കുഞ്ഞിന് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഒരാളിനെ സഹായിക്കാൻ പറ്റില്ല. അത് നല്ല ബലവാനായി യൗവനാവസ്ഥയിൽ തന്നെ ആയിരിക്കണം. ഇത് സൂക്ഷ്മമായിട്ട് കണ്ടുപിടിച്ച് തന്നെ ആയിരിക്കണം ഫലം പറയേണ്ടത്. പിന്നെ ഒരു ജ്യോതിഷനും നിങ്ങളുടെ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുന്ന അബദ്ധങ്ങളിൽ നിന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യാം, ഉപദേശം തരാമെന്നല്ലാതെ 10,000 50,000 വലിയ പൂജ നടത്തി നിങ്ങളെ രക്ഷിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ ജാതകത്തിൽ ചെയ്യാൻ പറ്റും, നിങ്ങളെ പൂർവ്വജന്മ ദോഷങ്ങൾ ജീവിതത്തിൽ ഒറ്റത്തവണ തീർത്താൽ നിങ്ങൾക്ക് വരേണ്ട ഭാഗ്യങ്ങളും കാര്യങ്ങളും യഥാസമയം അതിൻ്റെ സമയമാകുമ്പോൾ കുറേശ്ശെ വന്നോളും. അത് നിങ്ങൾ യുക്തിയും ബുദ്ധി ഉപയോഗിച്ച് നിലനിർത്തണം. അല്ലാതെ അതിനകത്ത് ഒരു ജ്യോതിഷന്
ഒരു ഗൈഡ് ലൈൻ മാത്രമേ തരാൻ പറ്റുള്ളൂ. പൂജാരിമാർക്കും ക്ഷേത്ര കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഈ തന്ത്രിമാർക്കുമൊക്കെ കുറച്ച് പോസിറ്റീവ് എനർജി വർദ്ധിക്കാൻ ഒരു ഇത് ചെയ്യാം. അത് നിങ്ങൾ തന്നെ ജപിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിനകത്ത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പ്രാർത്ഥനകൾ കൊണ്ടുപോവുകയാണെങ്കിൽ, നിങ്ങൾ വല്ലപ്പോഴും ആരാധനാലയങ്ങളിൽ ചെന്ന് ഒരു പ്രാർത്ഥനയും കൂടെ വയ്ക്കുകയാണെങ്കിൽ കാര്യം നടക്കും. അപ്പോൾ നമ്മൾ വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. നിങ്ങളുടെ ജാതകത്തിൽ സമയം നല്ലതാണ്, തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൺസൾട്ടിങ്ങിനൊക്കെ മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മെസ്സേജിന് മറുപടികൾ തന്നോളും. എന്തായാലും ഈ ജ്യോതിഷ കൈരളി ചാനലിലേക്ക് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഒരു സപ്പോർട്ടും, അതിന് എന്നും പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നന്ദിയും കടപ്പാടും എന്നും ഇതുണ്ടാവണം എന്നുള്ള അപേക്ഷയുണ്ട്. ഹരേ കൃഷ്ണ. നന്നായി വരും.